ഗുഡ് മോർണിംഗ് ടു ഓൾ. ദക്ഷിണ ലേണിംഗ്സിന്റെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വേർഡിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് സ്റ്റേറ്റിന്റെ ഗവർണർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തമിഴ്നാട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ്സാക്കിയ കുറേ ബില്ലുകൾ പ്രസിഡന്റിന്റെ റിസർവേഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 ബില്ലുകളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണറിന്റെ ഡിസ്ക്രിഷണറി പവറുമായിട്ട് ബന്ധപ്പെട്ട് ഗവർണറിന് എന്തൊക്കെ അധികാരങ്ങളാണ് ഉള്ളത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സുപ്രധാനമായിട്ടുള്ളൊരു വേർഡിക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം സുപ്രീം കോർട്ട് ഡിക്ലെയർസ് ഗവർണേഴ്സ് ആക്ഷൻ ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. അതായത് സുപ്രീം കോടതി എന്ത് ചെയ്തു? criticized Tamil Nadu Governor R.N. Ravi for indefinitely delaying assent on 10 bills, calling it a violation of Article 200. The court held that his conduct was arbitrary and legally untenable. അതായത് ഗവർണർ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ തോന്നിയ പോലെയുള്ള രീതിക്ക് എന്ത് ചെയ്തു? ഗവർണർ പ്രവർത്തിച്ചു എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഓക്കെ, ടൈം ലിമിറ്റ്സ് ഇമ്പോസ്ഡ് ഓൺ ഗവർണേഴ്സ് ആക്ഷൻ. സുപ്രധാനമായിട്ടും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വേർഡിക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഏതെങ്കിലും ഒരു ബില്ല് ഗവർണർ ഇപ്പം റീകൺസിഡറേഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്ക് കൊടുത്തു, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അത് വീണ്ടും പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ 1 to 3 months ഗവർണർ എന്ത് ചെയ്യണം? ആ ബില്ലിന് നിർബന്ധമായിട്ടും അസന്റ് കൊടുത്തിരിക്കണം. Governors to act on bills saying the Supreme Court പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, governors cannot exercise a pocket veto or withhold assent arbitrarily, especially after a bill is repassed by the state legislature. അതുപോലെ തന്നെ എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? റീഇൻഫോഴ്സ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ആൻഡ് ഫെഡറലിസം. ദ കോർട്ട് emphasized that governors must act as constitutional facilitators, not political obstacles, reaffirming the primacy of elected state government in a federal setup. നമ്മളൊരു ഫെഡറൽ സെറ്റപ്പ് എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രസി നമ്മൾ എടുക്കുവാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ആർക്കാണ്? ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിന് അല്ലെങ്കിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ്. ഇപ്പം ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളാണ്. ഡെമോക്രാറ്റിക് ആയിട്ട് നമ്മളിപ്പം ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളാണോ? അല്ല, പ്രസിഡൻഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണ്. അങ്ങനെ ഈ ഒരു സ്റ്റേറ്റിനെ ഹെഡ് ചെയ്യുന്ന ആൾ എപ്പോഴും എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുമായിട്ട്, അതായത് പീപ്പിൾ എലക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു ലെജിസ്ലേച്ചറുമായിട്ട് യോജിച്ച് വേണം പോകാൻ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇംപാസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ തടസ്സമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഗവർണർ ആക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒന്നാമതായിട്ട് എന്താണ്? ആർട്ടിക്കിൾ 200 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് പറയുന്നത്? ഗവർണേഴ്സ് പവർ റിഗാർഡിംഗ് സ്റ്റേറ്റ് ബിൽസ് പറയുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ബില്ല് ഗവർണറിന്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗവർണറിന് എന്തൊക്കെ ആക്ഷൻസ് എടുക്കാം? ഒന്ന് എന്ത് ചെയ്യാം? ഗവർണർ ക്യാൻ ഗീവ് അസെന്റ് ടു ദ ബിൽ, അല്ലെങ്കിൽ എന്താണ്? വിത്ത് ഹോൾഡ് അസെന്റ്. മൂന്നാമത് എന്താണ്? റിട്ടേൺ ദ ബിൽ ഫോർ റീകൺസിഡറേഷൻ. മണി ബിൽ അല്ലെങ്കിൽ ഓർഡിനറി ബിൽസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഗവർണറിന് ആ ബിൽസ് റീകൺസിഡറേഷന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് കൊടുക്കാം. അതുപോലെ തന്നെ എന്താണ്? റിസർവ് ഇറ്റ് ഫോർ പ്രസിഡൻസ് കൺസിഡറേഷൻ. ഈ 4 കാര്യങ്ങളാണ് ഗവർണറിന് ചെയ്യാൻ സാധിക്കുന്നത്. ആർട്ടിക്കിൾ 201 എന്ത് പറയുന്നുണ്ട്? പ്രസിഡന്റിന്റെ ആക്ഷനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ഇഫ് ദ ബിൽ ഈസ് പാസ്ഡ് അഗെയിൻ ബൈ ദ ലെജിസ്ലേച്ചർ, ഗവർണർ മസ്റ്റ് അസെന്റ് ദ ബിൽ. ഏതാണ്? ആസ് പെർ ദ ഫസ്റ്റ് പ്രൊവിഷൻ ഓഫ് ആർട്ടിക്കിൾ 200. ഇപ്പം സുപ്രീം കോടതി അതിലേക്ക് ഒരു അഡീഷനും കൂടെ കൊണ്ടുവന്നു. എന്ത് പറഞ്ഞു? അതായത് ഗവർണർ മാക്സിമം എത്ര ഡിലേ ചെയ്യാൻ പാടുള്ളൂ? 1 to 3 months ലിമിറ്റ്. അതാണ് ഇപ്പം സുപ്രീം കോടതി പുതിയതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി റിസർവേഷൻ ഫോർ പ്രസിഡൻഷ്യൽ, അതായത് പ്രസിഡൻഷ്യൽ റെക്കമെൻഡേഷന് വേണ്ടി അല്ലെങ്കിൽ പ്രസിഡന്റിന് വേണ്ടിയിട്ട് ഈ ബിൽസ് റിസർവ് ചെയ്യുന്ന എന്താണ്? ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്. അത് ഗവർണർ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ്? ഫ്രീക്വന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് വരുവാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? പ്രസിഡന്റിന്റെ കയ്യിലേക്ക് ബില്ല് റിസർവ് ചെയ്താൽ മതി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇനി ഇങ്ങനെ ഗവർണർ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ പോലും അത് എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ഇൻ അക്കോർഡൻസ് വിത്ത് ദ ക്യാബിനറ്റ്സ് എയ്ഡ് ആൻഡ് അഡ്വൈസ്. അതായത് സ്റ്റേറ്റ് ക്യാബിനറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന്റെ എയ്ഡും അഡ്വൈസും എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആര് ആക്ട് ചെയ്യേണ്ടത്? ഗവർണർ ആക്ട് ചെയ്യേണ്ടത്. ഇത് എവിടെ പറയുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 163 ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവർണറിന്റെ പോക്കറ്റ് വീറ്റോയെ കുറിച്ചിട്ടാണ്. പോക്കറ്റ് വീറ്റോ എന്താണ്? ഗവർണറിന് എങ്ങനെയാണ് പോക്കറ്റ് വീറ്റോ യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്റ്റേറ്റിന്റെ ബിൽസിൽ? അതുപോലെ തന്നെ എന്താണ്? ജുഡീഷ്യൽ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പം
ഗവർണർ ഈ ബിൽസ് ഒക്കെ പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിന്റെ മേലെ ജുഡീഷ്യൽ റിവ്യൂ ബാധകമാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ എന്താണ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിൽ പോക്കറ്റ് വീറ്റോയെ കുറിച്ച് എന്താണ് പറയുന്നത്? പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇൻഡെഫിനിറ്റ് ഡിലേ ഇൻ ഗിവിംഗ് അസെന്റ്. അതായത് നമ്മൾ എന്താണ് ആ ബില്ലെടുത്ത് പോക്കറ്റിൽ ഇട്ടു, അതിന്റെ മേലെ എന്ത് ചെയ്യുന്നില്ല, ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇത് എന്ത് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ 200 അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലിസിറ്റ്ലി അലോ ചെയ്യുന്നില്ല. ആക്ച്വലി ഇതിലിപ്പം സുപ്രീം കോടതി 2024 ഒരു റൂളിങ്ങിലൂടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നോ ഇൻഡെഫിനിറ്റ് ഡിലേ. ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഡിലേസ് ഗവർണറിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. ഗവർണർ എന്ത് ചെയ്യണം? ആസ് സൂൺ ആസ് പോസിബിൾ ആക്ഷൻസ് എടുക്കണം. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? മസ്റ്റ് റീഡ് വിത്ത് അർജൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അതുപോലെ ജുഡീഷ്യൽ റിവ്യൂവിന്റെ കാര്യം പറയുവാണെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ഈസ് ആപ്ലിക്കബിൾ ഇഫ് ഗവർണേഴ്സ് ഇനാക്ഷൻ ഓർ ആക്ഷൻ വയലേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്. ഇപ്പം ഈ ഗവർണറിന്റെ ഈ ഒരു ആക്ഷൻ, അതായത് ഗവർണർ എന്ത് ചെയ്തു, പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച് അല്ലെങ്കിൽ ബില്ലിന്റെ അസെൻഡിങ് എന്ത് ചെയ്തു, ഡിലേ ചെയ്തു. അങ്ങനെ ഡിലേ ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷണലി റോങ് ആണെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രൊവിഷൻസിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തിന് വിധേയമാണ്? ജുഡീഷ്യൽ റിവ്യൂക്ക് വിധേയമാണ്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യമാണെന്ത്? സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസും അതേപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സും എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആർട്ടിക്കിൾ 163 അനുസരിച്ചിട്ട് ഗവർണർ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആണ്. അതുപോലെ തന്നെ ഗവർണർ എന്ത് ചെയ്യണം? മസ്റ്റ് ആക്ട് ഓൺ aid and advice of the elected state government. അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഇംപ്ലൈസ് ദ ഗവർണർ ഷുഡ് നോട്ട് ഇന്റർഫിയർ പൊളിറ്റിക്കലി ഓർ ആക്ട് ഇൻഡിപെൻഡന്റ്ലി ബിയോണ്ട് ലിമിറ്റ്സ്. സെപ്പറേഷൻ ഓഫ് പവർ പറയുന്നുണ്ട്, പക്ഷെ ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ആ സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ഗവർണറിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല? മിസ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഇനി ഗവർണർ ഒരിക്കലും എന്തല്ല, ഗവർണർ ഈസ് നോട്ട് ആൻ ഏജന്റ് ഓഫ് സെന്റർ, മസ്റ്റ് ആക്ട് ഇൻ സ്പിരിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അതുപോലെ തന്നെ സുപ്രീം കോടതി എന്തുകൊണ്ട് റോൾ ഓഫ് ഗവർണർ ഈസ് ടു ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്, നോട്ട് എ റോഡ് ബ്ലോക്ക്. ഇനി മിസ്യൂസ് ഓഫ് ഡിസ്ക്രിഷണറി പവർ അണ്ടർമൈൻസ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ആൻഡ് പീപ്പിൾസ് വിൽ. ഇത്രയും കാര്യങ്ങളാണ് സുപ്രീം കോടതി ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GS 3യുമായി ബേസ് ചെയ്തിട്ട് പൊളിറ്റി ആൻഡ് ഗവേണൻസിലെ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസ്, അതുപോലെ തന്നെ റോൾ ഓഫ് ഗവർണർ ഇൻ സ്റ്റേറ്റ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ ഫെഡറലിസത്തിലെ മിസ്യൂസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്, അതുപോലെ തന്നെ ചെക്സ് ആൻഡ് ബാലൻസസ്. ഇനി ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഇൻ എക്സിക്യൂട്ടീവ് ഓവർ റീച്ച്. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് പോകാം. അടുത്ത ന്യൂസ് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ന്യൂസ് നമുക്ക് നോക്കാം. ദ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഹോം മിനിസ്ട്രി. അതായത് ഹോം മിനിസ്ട്രിക്ക് 2019 മുതൽ ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ഗ്രാജുവൽ ആയിട്ട് വളരെ നല്ല രീതിക്കുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഷിഫ്റ്റിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഷിഫ്റ്റ് ഫ്രം റിയാക്റ്റീവ് ടു പ്രോ ആക്റ്റീവ് ഗവേണൻസ്. അതായത് റിയാക്റ്റീവ് ഗവേണൻസിൽ നിന്നും എന്തിലേക്ക് പോയി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്? ഒരു പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഗവേണൻസ് സ്റ്റേജിലേക്ക് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ഡേറ്റ് ആയിട്ടുണ്ടെന്നാണ് ന്യൂസിൽ പറയുന്നത്. The Ministry of Home Affairs has transformed from a crisis response body to a reform-oriented institution focusing on long-term internal security planning and structural reforms. ഇപ്പോൾ നമ്മൾ നിയമത്തിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ബാക്കി നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും വളരെ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ എന്താണ്? ഓവർ 27 ലെജിസ്ലേറ്റീവ് റിഫോംസ് പോസ്റ്റ് 2019, ക്രിമിനൽ ലോ ഓവർഹോൾ, BNSS, BSA, അതുപോലെ തന്നെ എന്താണ്? ടെക് ഇന്റഗ്രേഷൻ, CCTNS, NFSU ആൻഡ് ഇൻക്രീസ്ഡ് ബഡ്ജറ്റ് അലോക്കേഷൻസ് ഹാവ് റീഷേപ്ഡ് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റംസ്. ഇത്രയും കാര്യങ്ങൾ എന്താണ് ഏകദേശം നമ്മൾ എന്താണ് പറയുന്നത്? 27 ലെജിസ്ലേറ്റീവ് റിഫോംസ് 2019 ശേഷം മാത്രം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ സ്ട്രക്ചറൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ഒരു സ്ട്രക്ചറൽ റിഫോംസ് നമ്മൾ ഉണ്ടായിട്ടുണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? നമുക്ക് വിസിബിൾ ആയിട്ടുള്ള ഗ്രൗണ്ട് ഇമ്പാക്ട് ഇന്ത്യയിൽ കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? എ 70% ഡിക്ലൈൻ ഇൻ വയലൻസ് ഇൻ കാശ്മീർ, അതുപോലെ തന്നെ ദ നോർത്ത് ഈസ്റ്റ് ആൻഡ് ഇൻ നക്സൽ ഏരിയാസ് ഹൈലൈറ്റ്സ് ദ സക്സസ് ഓഫ് സ്ട്രാറ്റജിക് റിഫോംസ് ബ്ലെൻഡിങ് സെക്യൂരിറ്റി വിത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ. നമ്മളെന്താണ് നമ്മുടെ ഈ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ എക്സ്റ്റേണൽ സെക്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഡെവലപ്മെന്റുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എവിടെ കാണാൻ സാധിക്കും?
കാശ്മീർ റീജിയൻസിലും അതുപോലെ തന്നെ എന്താണ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലും അതുപോലെ തന്നെ നക്സൽ ഏരിയാസിലും നമുക്ക് വളരെ വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്താണ് സെൻട്രൽ സ്റ്റേറ്റ് സെക്യൂരിറ്റി കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് ആർട്ടിക്കിൾ 355 നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആർട്ടിക്കിൾ 355 എന്താണ് പറയുന്നത്? ഡ്യൂട്ടി ഓഫ് ദ യൂണിയൻ ടു പ്രൊട്ടക്ട് എവരി സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ അഗ്രഷൻ ആൻഡ് ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആൻഡ് എൻഷുർ ഗവേണൻസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 356 പറയുന്നുണ്ട് എന്താണ്? നമ്മൾ പ്രസിഡൻസ് റൂൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്ന പേരിൽ നമുക്ക് പരിചിതമായിട്ടുള്ള പ്രസിഡൻസ് റൂൾ ക്യാൻ ബി ഇമ്പോസ്ഡ് ഇഫ് എ സ്റ്റേറ്റ് ഫെയിൽസ് ടു കംപ്ലൈ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 256 നമ്മൾ മനസ്സിലാക്കണം. സ്റ്റേറ്റ്സ് ആർ ഒബ്ലിഗേറ്റഡ് ടു എൻഷുർ കോംപ്ലയൻസ് വിത്ത് യൂണിയൻ ലോസ്. സെന്റർ ക്യാൻ ഗീവ് ഡയറക്ഷൻസ്. ഈ ഡയറക്ഷൻസ് സ്റ്റേറ്റ്സ് പാലിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡയറക്ഷൻസ് സ്റ്റേറ്റ്സ് നടപ്പിലാക്കിയില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? പ്രസിഡൻസ് റൂള് കൊണ്ടുവരാൻ സാധിക്കും അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 356. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ടുഗദർ ആയിട്ട് ഈ 3 ആർട്ടിക്കിൾസ്, അതായത് ആർട്ടിക്കിൾ 355, ആർട്ടിക്കിൾ 356, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 256, ദീസ് ആർട്ടിക്കിൾസ് ഫോംസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസിസ് ഫോർ ഫെഡറൽ ഇന്റർവെൻഷൻ ഇൻ ഇന്റേണൽ സെക്യൂരിറ്റി. ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും നിയമങ്ങൾ എന്ത് ചെയ്തേക്കുന്നത്? ഗവൺമെന്റ് പുറപ്പെടുവിച്ചേക്കുന്നതും. അതുപോലെ തന്നെ എന്താണ്? യൂസ്ഡ് ഡ്യൂറിംഗ് ബ്രേക്ക് ഡൗൺസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. അതായത് ഈ ആർട്ടിക്കിൾസ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഡ്യൂറിംഗ് ബ്രേക്ക് ഡൗൺസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ഇൻസർജൻസീസ് ഓർ ഫെയിലിയർ ഓഫ് സ്റ്റേറ്റ് മെഷീനറി. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിനു മുമ്പ് പാസ്സാക്കിയിട്ടുള്ളതും ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ളതുമായിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അതായത് ആഭ്യന്തര മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില നിയമങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് എന്ത്? UAPA 1967 പാസ്സാക്കിയതാണ്. എംപവേഴ്സ് ഗവൺമെന്റ് ടു ബാൻ അൺലോഫുൾ ആക്ടിവിറ്റീസ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ അലോസ് ഡിറ്റൻഷൻ വിത്തൗട്ട് ചാർജ് അണ്ടർ ടെറർ ക്ലോസസ്. പ്രിവെന്റീവ് ഡിറ്റൻഷന് ഗവൺമെന്റിനെ എംപവർ ചെയ്യുന്ന ഒരു റൂളാണ് ഇത് UAPA ആക്ട്. അതുപോലെ തന്നെ NIA ആക്ട് 2008 എന്താണ്? ക്രിയേറ്റഡ് ദ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ടു പ്രോബ് ടെറർ റിലേറ്റഡ് ഒഫൻസസ് അക്രോസ് സ്റ്റേറ്റ്സ്. അതുപോലെ തന്നെ CCTNS, എ നാഷണൽ ഡേറ്റാബേസ് ഇന്റഗ്രേറ്റിംഗ് പോലീസ് സ്റ്റേഷൻസ്, ജയിൽസ്, കോർട്സ് ആൻഡ് ഫോറൻസിക്സ് ലാബ്സ് ടു മോഡേണൈസ് ക്രൈം ട്രാക്കിംഗ്. നമ്മുടെ ക്രൈം ട്രാക്കിങ്ങിന് മോഡേണൈസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ഇത് CCTNS. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻസ്, ജയിൽസ്, കോർട്സ്, ഫോറൻസിക് ലാബ്സ് എല്ലാം എന്ത് ചെയ്തു? ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ക്രൈം ട്രാക്കിംഗ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കാനുള്ള മറ്റൊരു പോയിന്റ് ആണ് എന്ത്? CAPFന്റെ സ്ട്രക്ചർ. എന്താണ് CAPFന്റെ സ്ട്രക്ചർ? CAPF ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? BSF, CRPF, CISF, ITBP, SSB, അസം റൈഫിൾസ് ആൻഡ് NSG. ഇവരെല്ലാം ആരുടെ കീഴിലാണ് വരുന്നത്? കംസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഫോർ ഇന്റേണൽ സെക്യൂരിറ്റി റോൾസ്. ഇനി ഈ ലോസ് അല്ലെങ്കിൽ ഈ ടൂൾസ് എന്ത് നമുക്ക് നമ്മളെ ഗവൺമെന്റിനെ എന്തിനെ എംപവർ ചെയ്യും? ടു എൻഹാൻസ് കോർഡിനേഷൻ, അതുപോലെ തന്നെ ഇന്റലിജൻസ് ഷെയറിംഗ് ആൻഡ് ടെററിസം റെസ്പോൺസ് കപ്പാസിറ്റി. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? 2025 ബഡ്ജറ്റിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? 2.33 lakh crore rupees എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ വലിയൊരു സമ്മാണ്. ഈ ഒരു വലിയൊരു സം നമ്മൾ എന്തിനാണ് എടുത്തു പറയുന്നത്? അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവാനുള്ള വളരെ വലിയൊരു കാരണം എന്താണ്? ഫണ്ട് റേസ് ചെയ്തുകൊണ്ടാണ്. ബഡ്ജറ്റിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും അധികം ഫണ്ട് നീക്കിയിരുത്തിയത് കൊണ്ടും കൂടിയാണ് എന്ത് സാധിച്ചത്? ഈ ഒരു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇത്രയും സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിച്ചത്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? GS2 ഗവേണൻസ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്, റോൾ ഓഫ് സിവിൽ സർവീസസ്. അതുപോലെ തന്നെ GS3 ഇന്റേണൽ സെക്യൂരിറ്റി, ലോ ആൻഡ് ഓർഡർ, റിഫോംസ് ഇൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം. അതുപോലെ എത്തിക്സ് GS4 പേപ്പറിൽ നമുക്ക് എന്താണ് നോക്കാനുള്ളത്? ഷിഫ്റ്റ് ഫ്രം റിയാക്റ്റീവ് ക്രൈസിസ് മാനേജ്മെന്റ് ടു ലോങ് ടൈം റിഫോം ബേസ്ഡ് ലീഡർഷിപ്പ്. ആരുമായിട്ട് ബന്ധപ്പെട്ട്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ന്യൂസ് നമ്മുടെ ബിംസ്റ്റെക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ റീസെന്റ് ആയിട്ട് എന്താണ് ബിംസ്റ്റെക്കിന്റെ 6ാമത്തെ സമ്മിറ്റ് എവിടെ വെച്ച് നടന്നു? ബാങ്കോക്കിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള കീ ടേക്ക് അവേസ് എന്തൊക്കെയാണ്? പ്രോഗ്രസ് ഓൺ ദ ഇന്ത്യ മ്യാൻമർ തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ, അതുപോലെ തന്നെ എന്താണ് ബിംസ്റ്റെക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് വിഷൻ 2030 റോഡ് മാപ്പ് വിത്ത് പ്ലാൻസ് ഫോർ FTA ആൻഡ് ഡിസാസ്റ്റർ
മാനേജ്മെന്റ്. അതുപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണ് ബിംസ്റ്റെക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്? ബിംസ്റ്റെക് ഈസ് ബീങ് പൊസിഷൻഡ് ആസ് ഇന്ത്യസ് ആൾട്ടർനേറ്റീവ് ടു സാർക്ക്. നമ്മൾ സാർക്ക് പറഞ്ഞ ഓർഗനൈസേഷൻ വന്നിട്ടുണ്ട്, സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഫെയിലിയർ ആയിരുന്നു. അതിന് പകരമായിട്ട് ഇന്ത്യ അതിനൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന ഒരു ഓർഗനൈസേഷൻ ആണ് എന്ത് ബിംസ്റ്റെക് എന്ന് പറയുന്നത്. ഓക്കെ, കണക്ടിങ് സൗത്ത് ഏഷ്യ വിത്ത് ആസിയാൻ വയാ ദ ബേ ഓഫ് ബംഗാൾ. ദ നോർത്ത് ഈസ്റ്റ് ഈസ് ബീങ് പ്രൊജക്റ്റഡ് ആസ് എ കീ കണക്ടിവിറ്റി ഹബ് അണ്ടർ ദിസ് ഫ്രെയിംവർക്ക്. നമ്മളിപ്പോൾ ഈ കൺട്രീസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ കൺട്രീസിലേക്കൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു ഹബ്ബായിട്ട് നിൽക്കുന്ന ഏതാണ്? ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് നോക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ബിംസ്റ്റെക്കിനെ കുറിച്ച് തന്നെയാണ്. ബിംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്താണ്? ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ. എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1997 ത്രൂ ബാങ്കോക്ക് ഡിക്ലറേഷൻ. ഇനി മെമ്പേഴ്സ് ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? ബംഗ്ലാദേശിലെ ക്യാപിറ്റൽ ആയിട്ടുള്ള ധാക്കയിലാണ് ബിംസ്റ്റെക്കിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി ഫോക്കസ് ഏരിയാസ് നോക്കുവാണെങ്കിൽ 14 പ്രയോറിറ്റി സെക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ട്രേഡ്, ട്രാൻസ്പോർട്ട്, എനർജി, സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇനി 2025 കീ ടേക്ക് അവേ പോയിന്റ് ആയിട്ട് നമ്മളിപ്പം പറഞ്ഞ എന്താണ്? ഇന്ത്യ, മ്യാൻമർ, തായ്ലൻഡ് ട്രൈലാറ്ററൽ ഹൈവേ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് എന്താണ്? ഇംപ്രൂവ് ലാൻഡ് കണക്ടിവിറ്റി ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ആസിയാൻ വയ നോർത്ത് ഈസ്റ്റ്. അതുപോലെ തന്നെ റൂട്ട് എന്താണ്? മൊയർ, മണിപ്പൂരിലെ മൊയർ ടു താമു മ്യാൻമറിലൂടെ പോയി മാൻഡലെ, മേസോത്തിൻ തായ്ലൻഡ്. അതുപോലെ തന്നെ എന്താണ് സിഗ്നിഫിക്കൻസ് പറയുവാണെങ്കിൽ കീ ടു ഇന്ത്യസ് ആക്ട് ഈസ്റ്റ് പോളിസി ആൻഡ് ബിംസ്റ്റെക് കണക്ടിവിറ്റി വിഷൻ. ചലഞ്ചസ് നോക്കുവാണെങ്കിൽ ഡിലേസ് ഡ്യൂ ടു സെക്യൂരിറ്റി, ടെറൈൻ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇൻ മ്യാൻമാർ. ഇനി ബിംസ്റ്റെക്കിന്റെ ഹബ് എന്താണ്? ഇന്ത്യസ് നോർത്ത് ഈസ്റ്റ് റീജിയൻ ഈസ് പ്രൊജക്റ്റഡ് ആസ് എ കണക്ടിവിറ്റി ആൻഡ് ട്രേഡ് ഹബ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നമുക്ക് ഈ കൺട്രീസുമായിട്ട് ഏറ്റവും റിലേറ്റഡ് അടുത്ത് നിൽക്കുന്ന ഹബ്ബ് പോലത്തെ ഒരു റീജിയൻ ഏതാണ്? നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയൻ ആണ്. ഇനി 2025 ഈ ബിംസ്റ്റെക്കിന്റെ ബാങ്കോക്ക് സമ്മിറ്റിൽ എന്താണ്? ഒരു വിഷൻ 2030 പറഞ്ഞിട്ടുണ്ടായിരുന്നു. റോഡ് മാപ്പ് ടു മേക്ക് ബിംസ്റ്റെക് മോർ ഇന്റഗ്രേറ്റഡ്, റെസിലിയന്റ് ആൻഡ് എക്കണോമിക്കലി വൈബ്രന്റ്. ഇനി ബിംസ്റ്റെക്കിന്റെ ഫ്രീ ട്രേഡ് ഏരിയയെ കുറിച്ച് പറയുവാണെങ്കിൽ പ്രൊപ്പോസ്ഡ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ടു എൻഹാൻസ് ഇൻട്രാ റീജിയണൽ ട്രേഡ്. അതുപോലെ തന്നെ കസ്റ്റംസ് കോപ്പറേഷൻ കൊണ്ടുവരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. എയിംസ് ടു സിംപ്ലിഫൈ പ്രൊസീജിയേഴ്സ് ആൻഡ് ബൂസ്റ്റ് ക്രോസ് ബോർഡർ ട്രേഡ്. അതുപോലെ തന്നെ ചേംബർ ഓഫ് കൊമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുവാണെങ്കിൽ ന്യൂ ഇനീഷ്യേറ്റീവ് ടു ഫെസിലിറ്റേറ്റ് പ്രൈവറ്റ് സെക്ടർ മാനേജ്മെന്റ് അക്രോസ് മെമ്പർ സ്റ്റേറ്റ്. ഈ മെമ്പർ സ്റ്റേറ്റിലുള്ള പ്രൈവറ്റ് സെക്ടേഴ്സിനൊക്കെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ഒരു ബിംസ്റ്റെക്കിലേക്ക് എൻഗേജ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്? ത്രൂ എ ചേംബർ ഓഫ് കൊമേഴ്സ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ GS2 ഇന്റർനാഷണൽ റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നോക്കണം? ഇന്ത്യസ് റീജിയണൽ ഡിപ്ലോമസി പോസ്റ്റ് സാർക്ക്, അതുപോലെ തന്നെ ആക്ട് ഈസ്റ്റ് പോളിസി ആൻഡ് സബ് റീജിയണൽ ഗ്രൂപ്പിംഗ്സ്, പിന്നെ ഇന്ത്യസ് റോൾ ഇൻ റീജിയണൽ സ്റ്റെബിലിറ്റി ആൻഡ് കണക്ടിവിറ്റി. ഇനി അടുത്ത ന്യൂസ് എന്താണ്? നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് ആണ്. ഇപ്പൊ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എന്തിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ്? നമ്മുടെ നാട്ടില് എൻവിയോൺമെന്റൽ ലോസിനെ എൻഫോഴ്സ് ചെയ്തതിനോട്, അതുപോലെ തന്നെ എൻവിയോൺമെന്റൽ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രൈബ്യൂണൽ ആണ് എന്ത്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ നമ്മൾ പറയുന്നത്. ഇപ്പം നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമെറിറ്റ് നമുക്ക് പറയാൻ സാധിക്കുന്നത് വീക്ക് എൻഫോഴ്സ്മെന്റ് ഓഫ് NGT ആൻഡ് കോർട്ട് ഓർഡേഴ്സ്. ഇപ്പൊ NGTന്റെ ഓർഡേഴ്സ് ആണെങ്കിലും കോർട്ട് ഓർഡേഴ്സ് ആണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വളരെ വീക്ക് ആണ്. ഡെസ്പൈറ്റ് ദ NGT's ഡയറക്റ്റീവ് ടു റെസ്ട്രിക്ട് എയർ ഹോൺ യൂസേജ് ഇൻ ജയ്പൂർ. ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പറയുന്നത്. റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. NGT എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ജയ്പൂരിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ എയർ ഹോണിന്റെ യൂസ് റെസ്ട്രിക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ്വീൻ 10 PM ആൻഡ് 6 AM. പക്ഷേ ഈ ഒരു എൻഫോഴ്സ്മെന്റ് എന്താണ്? ദിസ് എൻഫോഴ്സ്മെന്റ് റിമെയിൻസ് ഇൻഎഫക്റ്റീവ് ഡ്യൂ ടു സിസ്റ്റമാറ്റിക് ഇനേർഷ്യ ആൻഡ് ലാക്ക് ഓഫ് കോർഡിനേഷൻ എമംഗ് അതോറിറ്റി. ഇതുപോലെ നടപ്പിലാക്കാൻ അതോറിറ്റീസിന് സാധിച്ചിട്ടില്ല. അപ്പം ഈ NGT പുറപ്പെടുവിക്കുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ NGT പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെന്റ്സ് വളരെ പാസീവായിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ വളരെ വീക്ക് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. ഇനി ഈ എക്സിക്യൂഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോർട്സ് ഓഫൺ ഇഷ്യൂ ഡയറക്റ്റീവ്സ് വിത്തൗട്ട് ആന്റിസിപ്പേറ്റിംഗ് ഗ്രൗണ്ട് ലെവൽ എൻഫോഴ്സ്മെന്റ് ഇഷ്യൂസ് ആസ് സീൻ ഇൻ കേസസ് ലൈക്ക് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് വേഴ്സസ് ബാലു 2017 വന്നാണ്, റിസൾട്ടിങ് ഇൻ നോൺ കോംപ്ലിയൻസ് ആൻഡ് ഡൈലൂട്ട് ഇമ്പാക്ട്. അതായത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതോറിറ്റീസിന്റെ വർക്കിംഗ് എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും ട്രൈബ്യൂണൽസ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ജഡ്ജ്മെന്റ്സ് പുറപ്പെടുവിക്കുന്നത്. ഇനി ഈ ഒരു ജഡ്ജ്മെന്റ്സ് ഒക്കെ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എഫക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഡിമാൻഡ്സ് ജുഡീഷ്യൽ ഫോർസൈറ്റ്, ടെക് ബേസ്ഡ് മോണിറ്ററിംഗ്, designated compliance officers and inter-agency collaboration as illustrated by successful cases like Common Cause versus Union of India and Taj Trapezium directives.
ഇപ്പൊ നമുക്ക് സക്സസ്ഫുള്ളി നടപ്പിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതോറിറ്റീസിനെയും ബാക്കി നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുകയുള്ളൂ? ഇങ്ങനെ വരുന്ന ഈ NGTയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജഡ്ജ്മെന്റ്സ് അല്ലെങ്കിൽ ഡയറക്റ്റീവ്സ് നമുക്ക് സക്സസ്ഫുള്ളി നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പവേഴ്സും മാൻഡേറ്റ്സും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോഴാണ് NGA ആക്ട് 2010 സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ എന്താണ് ആർട്ടിക്കിൾ 21ലും 21ന്റെ ബേസിസിലാണ് ആക്ച്വലി നമ്മൾ എന്തുകൊണ്ട് വരുന്നത്? ഈ NGT ആക്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 21ൽ സുപ്രീം കോർട്ട് എന്ത് പറയുന്നുണ്ട്? റൈറ്റ് ടു ലൈഫ് എന്താണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജൂറിസ്ഡിക്ഷൻ, NGTയുടെ ജൂറിസ്ഡിക്ഷൻ നോക്കുവാണെങ്കിൽ ഡീൽസ് വിത്ത് സിവിൽ കേസസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആൻഡ് കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് ബൈൻഡിങ് ഓർഡേഴ്സ് ആണ്, പവേഴ്സ് ഇക്വാലന്റ് ടു എ സിവിൽ കോഡ്. ഒരു സിവിൽ കോഡിന്റെ പവറാണ് NGTക്ക് ഉള്ളത്. ഓർഡേഴ്സ് ആർ ബൈൻഡിങ് ആൻഡ് എൻഫോഴ്സിബിൾ ലൈക്ക് എ ഡിഗ്രി, ഒരു കോഡ് ഡിഗ്രിയുടെ പവർ ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഡിസ്പോസൽ, മാൻഡേറ്റഡ് ടു ഡിസ്പോസ് കേസസ് വിത്തിൻ 6 months, റെഡ്യൂസസ് ബർഡൻ ഓൺ റെഗുലർ ജുഡീഷ്യറി. റെഗുലർ ജുഡീഷ്യറിയിലുള്ള പെൻഡൻസിയും കൂടെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള മറ്റൊരു കാര്യമാണ് നോയിസ് പൊല്യൂഷൻ റൂൾസ് 2000 ഇഷ്യൂഡ് അണ്ടർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇതിലൊരു ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. ലൗഡ് സ്പീക്കേഴ്സിന് ബാൻ ചെയ്തിട്ടുണ്ട് 10 PM to 6 AM, അതായത് രാത്രി 10 മണി മുതൽ അടുത്ത ദിവസം രാവിലെ 6 AM വരെ എന്ത് ചെയ്യുന്നുണ്ട്? ലൗഡ് സ്പീക്കേഴ്സിനെ ബാൻ ചെയ്യുന്നുണ്ട്. എക്സെപ്റ്റ് ഇൻ എമർജൻസീസ്. എമർജൻസീസിൽ മാത്രം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ലൗഡ് സ്പീക്കേഴ്സ് രാത്രി 10 മണി മുതൽ 6 മണി വരെയും യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡെസിബൽ ലിമിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ 75 decibels, കൊമേഴ്സ്യൽ ഏരിയ ആണെങ്കിൽ 65 decibels, റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ 55 decibels, ആൻഡ് സൈലന്റ് സോൺസ് ആയിട്ട് ചില ഏരിയാസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ 50 decibel താഴെ നമ്മൾ നോയ്സ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, ഇനി സൈലന്റ് സോൺസ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏരിയാസ് ഏതൊക്കെയാണ്? 100 meter അറൌണ്ട് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് ആൻഡ് കോർട്സ്. ഈ ഒരു ഏരിയാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൈലന്റ് ഏരിയാസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു ഏരിയാസിലെ വളരെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള നോംസ് ആണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ന്യൂസിൽ കണ്ടിരുന്നത് എന്താണ്? താജ് ട്രപ്പീസിയം സോൺ. എന്താണ് താജ് ട്രപ്പീസിയം സോൺ? അതായത് താജ്മഹലിന് 10,400 square kilometer ഏരിയയിൽ എന്താണ് നമ്മൾ ഒരു താജ് ട്രപ്പീസിയം സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 districts in UP, എസ്റ്റാബ്ലിഷ്ഡ് വയ സുപ്രീം കോർട്ട് ഡയറക്ടീവ് 1996 ടു കർബ് എയർ പൊല്യൂഷൻ ഡാമേജിങ് താജ്മഹൽ. ഇതിലെ കീ ഓർഡേഴ്സ് നോക്കുവാണെങ്കിൽ ഷിഫ്റ്റ് ഇൻഡസ്ട്രീസ് ടു ക്ലീനർ ഫ്യൂവൽസ്, അതുപോലെ തന്നെ ബാൻ കോൾ കോക്ക് ഇൻ ദ ഏരിയ. ഇതിന്റെ മോണിറ്ററിംഗ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? എയർ ക്വാളിറ്റി ചെക്സ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റ് അറൌണ്ട് മധുര റിഫൈനറി. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് വരദരാജൻ കമ്മിറ്റി. മധുര റിഫൈനറി അല്ലെങ്കിൽ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെന്റ് അറൌണ്ട് മധുര റിഫൈനറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കമ്മിറ്റിയാണ് ഇത് വരദരാജൻ കമ്മിറ്റി. ഓക്കെ, ഇനി ജുഡീഷ്യൽ ആക്ടിവിസം നോക്കുവാണെങ്കിൽ when the judiciary actively interprets laws and may even create new legal principles to fill policy gaps. അതായത് പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ ആക്ടിവിസം അല്ലെങ്കിൽ ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ നമ്മൾ എന്താണ് എപ്പോഴും നോക്കിയിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഈ ജുഡീഷ്യൽ ആക്ടിവിസത്തിന് കോർട്ട് യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ഒന്നെന്താണ്? പില്ലാണ്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. രണ്ടാമത്തത് സുവോ മോട്ടു ആക്ഷൻസ്, അതായത് സുപ്രീം കോടതി എന്ത് ചെയ്യും അല്ലെങ്കിൽ കോടതികൾ എന്ത് ചെയ്യും? സ്വമേധയാ കേസെടുക്കും. അതുപോലെ തന്നെ എക്സ്പാൻഡിങ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, എക്സാമ്പിൾ ആർട്ടിക്കിൾ 21ന്റെ ഇന്റർപ്രിട്ടേഷൻ. അതുപോലെ തന്നെ എന്താണ് സുപ്രീം കോടതി റീസെന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗംഗാ റിവറിനെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എന്താണ് സാധിക്കുന്നത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും ആർക്കും ബാധകമായിരിക്കും? ഗംഗാ റിവറിനും ബാധകമായിരിക്കും. ഇനി ജുഡീഷ്യൽ ആക്ടിവിസത്തിന് നമുക്ക് കുറച്ച് കീ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്ന കേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഏതാണ്? വിശാഖ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. അതുവഴിയാണ് സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? ഗൈഡ് ലൈൻസ് ഫോർ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ്? MC മെഹ്ത്ത കേസിലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഗംഗാ പൊല്യൂഷൻ, അതുപോലെ തന്നെ വെഹിക്കുലർ എമിഷൻ നോംസ് ഒക്കെ സുപ്രീം കോടതി എക്സിക്യൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ എന്താണ്? കോമൺ കോസ് 2018 ലീഗലൈസ്ഡ് പാസീവ് യുദ്ധനേഷ്യ വിത്ത് സേഫ് ഗാർഡ്സ്. അതുപോലെ തന്നെ ഇതിന്റെ ക്രിറ്റിസിസം, അതായത് നമ്മുടെ ജുഡീഷ്യൽ ആക്ടിവിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്രിറ്റിസിസം എന്തൊക്കെയാണ്? ബ്ലർസ് സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ആർട്ടിക്കിൾ 50 എന്ത് പറയുന്നുണ്ട്? സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. DPSP ആണ് അതിനെ ബ്ലർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ക്യാൻ ലീഡ് ടു ജുഡീഷ്യൽ ഓവർ റീച്ച് ഇഫ് കോർട്സ് ആക്ട് ബിയോണ്ട്
കോൺസ്റ്റിറ്റ്യൂഷണൽ ലിമിറ്റ്സ്. ഇനി മെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള എന്താണ് GS2 റോൾ ഓഫ് ജുഡീഷ്യറി ഇൻ ഗവേണൻസ് അക്കൗണ്ടബിലിറ്റി മെക്കാനിസംസ് ഇന്റർ ഏജൻസി കോർഡിനേഷൻ. അതുപോലെ തന്നെ GS3 എൻവയോൺമെന്റൽ ഗവേണൻസ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പൊല്യൂഷൻ കൺട്രോൾ ലോസ് ആൻഡ് ടെക്നോളജി ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അടുത്തത് ആക്റ്റീവ് മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ന്യൂസാണ്. ആക്റ്റീവ് മൊബിലിറ്റി ഈസ് പ്രൊമോട്ടഡ്, അതായത് ഈ ന്യൂസ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് മൊബിലിറ്റി ഈസ് പ്രൊമോട്ടഡ് അണ്ടർ NTOD പോളിസി, സ്മാർട്ട് സിറ്റീസ് മിഷൻ ആൻഡ് ക്ലൈമറ്റ് ഗോൾസ് പാരീസ് എഗ്രിമെന്റ്. അതുപോലെ തന്നെ എന്താണ് സിറ്റീസ് ലൈക്ക് ബംഗളൂരു ആക്റ്റീവ് മൊബിലിറ്റി ബിൽ, ഡൽഹി, പൂനെ, ചെന്നൈ ആൻഡ് കൊച്ചി ആർ ടേക്കിംഗ് സ്റ്റെപ്സ് ത്രൂ സൈക്ലിംഗ് ലിങ്ക്സ്, PBS സിസ്റ്റംസ് ആൻഡ് പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി റോഡ്സ്. അതാണ് നമ്മൾ ഈ ന്യൂസിന്റെ റിലവൻസ് എന്താണെന്ന് പറയുവാണെങ്കിൽ നീഡ് ഫോർ ആക്റ്റീവ് മൊബിലിറ്റി എന്തുകൊണ്ടാണ് റൈസിംഗ് പെഡസ്ട്രിയൻ സൈക്ലിസ്റ്റ് ഡെത്ത്സ് ആൻഡ് മിസ്യൂസ് ഓഫ് സർവീസ് ലെയിൻസ് ബൈ വെഹിക്കിൾ ഹൈലൈറ്റ്സ് ദ അർജൻസി ഫോർ സേഫ് നോൺ മോട്ടറൈസ്ഡ് ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ സിറ്റീസ്. അതായത് അത്ര സേഫ് അല്ലാത്ത ഒരു പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇന്ത്യയിലുള്ളത്. ഇപ്പം പെഡസ്ട്രിയൻ ലൈൻസ് ആണെങ്കിലും അത് ആരാണ് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് പലതരത്തിലുള്ള അപകടങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. സോ ആക്റ്റീവ് മൊബിലിറ്റി എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസിന്റെ സേഫ് ആയിട്ടുള്ള വാക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിസ്റ്റുകളുടെ സേഫ് ആയിട്ടുള്ള ട്രാവലിംഗ് ഗവൺമെന്റ്സ് എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. അതാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ബാരിയേഴ്സ്, ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തതിന് പ്രധാനപ്പെട്ട തടസ്സങ്ങൾ എന്താണെന്ന് നമ്മൾ പറയുവാണെങ്കിൽ ഒന്നാമത്തെയാണ് എന്ത്? പുവർ ഇൻഫ്രാസ്ട്രക്ചർ. രണ്ടാമത്തത് സോഷ്യൽ ബയാസ്. അതുപോലെ തന്നെ വീക്ക് എൻഫോഴ്സ്മെന്റ് ഹിൻഡർ അഡോപ്ഷൻ. ഈ വീക്ക് എൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ സോഷ്യൽ ബയാസും പുവർ ഇൻഫ്രാസ്ട്രക്ചറുമാണ് നമ്മുടെ ബാരിയേഴ്സ് ആയിട്ട് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഗ്ലോബലി ഏതെങ്കിലും ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടോ, നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഏതെങ്കിലും പ്രാക്ടീസ് ഉണ്ടോ എന്ന് നോക്കുവാണെങ്കിൽ കൺട്രീസ് ലൈക്ക് നെതർലൻഡ്സ് ആൻഡ് ജർമ്മനി ഷോ ദാറ്റ് സ്ട്രോങ് ലോസ്, പ്ലാനിംഗ് ആൻഡ് കൾച്ചറൽ ഷിഫ്റ്റ്സ് ക്യാൻ മേക്ക് സിറ്റീസ് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണ് NTOD പോളിസി. എന്താണ് NTOD പോളിസി? നാഷണൽ ട്രാൻസിറ്റ് ഓറിയന്റഡ് ഡെവലപ്മെന്റ്. ഇതിന്റെ എയിം എന്താണ്? ടു പ്രൊമോട്ട് അർബൻ ഗ്രോത്ത് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഹബ്സ്. അതുപോലെ തന്നെ ഹൈലി ഡെൻസിറ്റി മിക്സ്ഡ് യൂസ് ഡെവലപ്മെന്റ് നിയർ ട്രാൻസിറ്റ് കോറിഡോർസ്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ വോക്കബിലിറ്റി, നോൺ മോട്ടോറൈസ്ഡ് ട്രാൻസ്പോർട്ട്, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി. ഇതാണ് നമ്മുടെ ആക്റ്റീവ് മൊബിലിറ്റിയുമായിട്ട് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത പോയിന്റ്. അതുപോലെ തന്നെ എന്താണ്? റെഡ്യൂസസ് ട്രാവൽ ടൈം, കൺജസ്റ്റൻ ആൻഡ് പൊല്യൂഷൻ. അതുപോലെ തന്നെ എൻകറേജസ് കോമ്പാക്ട് സസ്റ്റൈനബിൾ സിറ്റീസ്. പ്രൊമോട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് അണ്ടർ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി. അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാനുള്ള എന്താണ്? പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട സ്മാർട്ട് സിറ്റീസ് മിഷൻ 2015 ലോഞ്ച് ചെയ്തത്. ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൊമോട്ട് സിറ്റീസ് ദാറ്റ് പ്രൊവൈഡ് കോർ ഇൻഫ്രാസ്ട്രക്ചർ, എ ക്ലീൻ എൻവയോൺമെന്റ് ആൻഡ് സ്മാർട്ട് സൊല്യൂഷൻസ്. അതുപോലെ തന്നെ ഏരിയ ബേസ്ഡ് ഡെവലപ്മെന്റ്, പിന്നെ യൂസ് ഓഫ് ടെക്നോളജി ഫോർ ഗവേണൻസ്, ട്രാൻസ്പോർട്ട്, വേസ്റ്റ് ആൻഡ് എനർജി. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് ആക്റ്റീവ് മൊബിലിറ്റി, പബ്ലിക് ട്രാൻസ്പോർട്ട്, സൈക്ലിംഗ് ആൻഡ് വോക്കബിലിറ്റി. ഇത് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ആക്റ്റീവ് മൊബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പോളിസിയാണ് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ കർണാടക ആക്റ്റീവ് മൊബിലിറ്റി ബിൽ. കർണാടക ഗവൺമെന്റ് പാസ് ചെയ്തതാണ്. ഇതിന്റെ പർപ്പസ് എന്താണ്? പ്രൊവൈഡ് ലീഗൽ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻസ് ടു പെഡസ്ട്രിയൻസ് ആൻഡ് സൈക്ലിസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ബില്ല്, ഓർത്തിരിക്കുക. പെഡസ്ട്രിയൻസിന്റെയും സൈക്ലിസ്റ്റിന്റെയും എന്താണ് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കർണാടക ഗവൺമെന്റ് പാസ്സാക്കിയ ബില്ലാണ് കർണാടക ആക്റ്റീവ് മൊബിലിറ്റി ബിൽ 2022. ഇതിലെന്താണ്? ലീഗൽ ബാക്കിംഗ് ടു ഇൻഫ്രാസ്ട്രക്ചർ ഫോർ വാക്കിംഗ് ആൻഡ് സൈക്ലിംഗ്. അതുപോലെ തന്നെ പ്രൊമോട്ട്സ് നോൺ മോട്ടോറൈസ്ഡ് സേഫ് ഇൻക്ലൂസീവ് അർബൻ മൊബിലിറ്റി. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ GS2 എന്താണ്? ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അതുപോലെ GS3 അർബൻ പ്ലാനിംഗ്, എൻവയോൺമെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഹെൽത്ത് ഇമ്പാക്ട്സ് ഓഫ് മൊബിലിറ്റി സിസ്റ്റംസ്. ഇനി അടുത്ത ഒരു ന്യൂസ് ഇന്ത്യ UAE റിലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ത്യ ശ്രീലങ്ക എന്ത് ചെയ്തിരുന്നു? ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്താണ് ഒരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിരുന്നു. ഏത് സെക്ടറിലാണ്? ഡിഫൻസ് സെക്ടറിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് UAE-യുമായിട്ടും ഇപ്പം നിലവിലൊരു മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് കോപ്പറേഷൻ എൻഹാൻസ്ഡ്. ന്യൂസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യ UAE ടു ഡീപ്പൻ ഡിഫൻസ് കോപ്പറേഷൻ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫൻസ് കോപ്പറേഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ആൻഡ് UAE agreed to make defense industry collaboration a core aspect of their comprehensive strategic partnership, focusing on co-production, co-development, innovation and technology sharing. അതുപോലെ തന്നെ ഒരു കോസ്റ്റ് ഗാർഡ് എഗ്രിമെന്റും കൂടി ഉണ്ട് ഇതിൽ. ബോത്ത് സൈഡ്സ് എക്സ്പ്രസ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് കോസ്റ്റ് ഗാർഡ് ടു കോസ്റ്റ് ഗാർഡ് കോഓപ്പറേഷൻ ആൻഡ് കമ്മിറ്റഡ് ടു ഫോർമലൈസ് ഇറ്റ് ത്രൂ എ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്.
ഫോർ ഡീപ്പർ മാരിടൈം സെക്യൂരിറ്റി ടേസ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ആൻഡ് റീജിയണൽ വിഷൻ നോക്കുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഈസ് റൂട്ടഡ് ഇൻ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് റീജിയണൽ പീസ്, എയിമിംഗ് ഫോർ ലോങ് ടൈം പീസ്, ഇന്നോവേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി ഇൻ ദ ഇന്ത്യൻ ഓഷൻ ആൻഡ് വെസ്റ്റ് ഏഷ്യ റീജിയൻ. ശരിക്കും വെസ്റ്റ് ഏഷ്യ റീജിയൻ നോക്കുക അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ണറാണ്. ബൈലാറ്ററൽ റിലേഷൻസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ണറാണ് ആര്? UAE എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ UAEയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ UAE-യുമായിട്ട് നമുക്ക് ഇപ്പം ആർമിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും നേവിയുടെ കാര്യം എടുക്കുകയാണെങ്കിലും എയർഫോഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും UAE-യുമായിട്ട് നമുക്ക് വളരെയധികം ലിങ്കേജ് ഉണ്ട്. അതുപോലെ ട്രേഡ് റിലേഷൻസ് എടുക്കുകയാണെങ്കിൽ UAE-യുമായിട്ട് നമുക്ക് വളരെയധികം ലിങ്കേജ് ഉണ്ട്. ഇനി പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് എന്ത്? ഇന്ത്യ UAE സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്സ്. എന്തൊക്കെയാണ് നമുക്ക് UAE-യുമായിട്ടുള്ള സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെയാണ് ഇത് കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. 2017 പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ത് ചെയ്തിരുന്നു? ഒരു കോംപ്രഹെൻസീവ് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് UAE-യുമായിട്ട് സൈൻ ചെയ്തിരുന്നു. കവേഴ്സ് എന്താണ്? എനർജി, ട്രേഡ്, ഡിഫൻസ്, കൗണ്ടർ ടെററിസം ആൻഡ് ടെക് കൊളാബറേഷൻ. ഇനി ബൈലാറ്ററൽ മിനിസ്ട്രി മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഏതൊക്കെയാണ്? ഒന്നെന്താണ്? എഗ്രിമെന്റ് ടു ഫോർമുലേറ്റ് കോസ്റ്റ് ഗാർഡ് കോർപ്പറേഷൻ ത്രൂ എ മിനിസ്ട്രി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ഓൾറെഡി ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന് റിന്യൂവബിൾ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ഫുഡ് സെക്യൂരിറ്റി എക്സെട്ര. അതുപോലെ തന്നെ എന്താണ്? വേറെ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് ആർ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് സെക്ടറൽ കോഓപ്പറേഷൻ. ഇനി ഡിഫൻസ് കൊളാബറേഷൻ നോക്കുവാണെങ്കിൽ ഇന്ത്യ ആൻഡ് UAE കണ്ടക്ടഡ് എ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് നെയിംഡ് ഡെസേർട്ട് സൈക്ലോൺ. ഓർത്തിരിക്കുക, UAE-യുമായിട്ട് ഇന്ത്യക്കുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് ഇത്, ഡെസേർട്ട് സൈക്ലോൺ. 2024 നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിലായിരുന്നു. ഫ്രം January 2 to 15, ഫോക്കസിംഗ് ഓൺ എൻഹാൻസിംഗ് ഇന്റർ ഓപ്പറബിലിറ്റി ആൻഡ് ഷെയറിംഗ് ബെസ്റ്റ് പ്രാക്ടീസസ് ഇൻ അർബൻ ഓപ്പറേഷൻസ്. ഇനി മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്താണ്? GSTO ഇന്റർനാഷണൽ റിലേഷൻസിൽ ഇന്ത്യ UAE ടൈസ്, ഡിഫൻസ് ആൻഡ് മാരിടൈം സെക്യൂരിറ്റി, അതുപോലെ റീജിയണൽ ജിയോ പൊളിറ്റിക്സ്, ഇന്ത്യൻ ഓഷൻ ആൻഡ് വെസ്റ്റ് ഏഷ്യ, അതുപോലെ തന്നെ റോൾ ഓഫ് ഇന്നോവേഷൻ ആൻഡ് കോ ഡെവലപ്മെന്റ് ഇൻ ഫോറിൻ പോളിസി. ഇത്രയും കാര്യങ്ങളാണ് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. ഇനി അടുത്ത ന്യൂസ് നമ്മുടെ ഇന്ത്യൻ മൺസൂണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാം എൽനിനോ ആൻഡ് ലാനിന. നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ എഫക്ട് ചെയ്യുന്ന രണ്ട് പ്രധാനപ്പെട്ട ജോഗ്രഫിക്കൽ ഫിനോമിനയാണ്. അതുപോലെ തന്നെ എൻസോ എന്താണ്? എൽനിനോ ആൻഡ് സദേൺ ഓസിലേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യൻ മൺസൂണിനെ വളരെയധികം ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് ആണ്. എന്താണ് ന്യൂസ്? സ്കൈമെറ്റ് ഫോർകാസ്റ്റ് നോർമൽ മൺസൂൺ, ലാനിന വീക്ക്. ലാനിന വീക്ക് ആണ്, അതുകൊണ്ട് തന്നെ ഒരു നോർമൽ മൺസൂൺ ആയിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന സ്കൈമെറ്റിന്റെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? സ്കൈമെറ്റ് പ്രഡിക്ട്സ് നോർമൽ മൺസൂൺ ഫ്രം ജൂൺ ടു സെപ്റ്റംബർ വിത്ത് 3% എബോവ് ദ ലോങ് ടൈം ആവറേജ് ഓഫ് 868.6 millimeter. അതായത് നമ്മുടെ റെയിൻഫോളിന്റെ എമൗണ്ട് ആണ് പറയുന്നത്. ഓക്കെ, ഇതിൽ ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ഈസ് എക്സ്പെക്ടഡ് ടു ബി സ്ട്രോങ്ങർ ദാൻ ദ ഫസ്റ്റ്. ഈ വർഷത്തെ ഇന്ത്യൻ മൺസൂണിൽ ഫസ്റ്റ് സീസണിനെക്കാളും അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസിനെക്കാളും സെക്കൻഡ് ഫേസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് പ്രൊഡിക്ഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ക്ലൈമറ്റ് ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ലാനിന കണ്ടീഷൻസ് ഫെയ്ഡിങ് ആണ് ആൻഡ് എൽനിനോ അൺലൈക്ലി. ബോത്ത് കീ ഇൻഫ്ലുവൻസേഴ്സ് ഓഫ് ഇന്ത്യൻ മൺസൂൺ ആണ്. അതുപോലെ തന്നെ എൽനിനോ ടിപ്പിക്കലി വീക്കൻസ് ദ മൺസൂൺ, ലാനിന എൻഹാൻസസ്. ഇപ്പം ലാനിനയുടെയും എൽനിനോന്റെയും കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ എൽനിനോ എപ്പോഴും എന്ത് ചെയ്യും? ഇന്ത്യൻ മൺസൂണിനെ വീക്ക് ആക്കും. ലാനിന ഓൾവേസ് എന്ത് ചെയ്യും? ഇന്ത്യൻ മൺസൂണിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കി തരും. ഇനി ഒരു റീജിയണൽ ഔട്ട്ലുക്ക് നോക്കുവാണെങ്കിൽ എക്സസ് റെയിൻഫാൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതൊക്കെയാണ്? വെസ്റ്റേൺ ഗട്ട്സിൽ കേരള, ഗോവ, കോസ്റ്റൽ കർണാടക. അതുപോലെ തന്നെ ആഡിക്വേറ്റ് റെയിൻഫോൾ കിട്ടാനുള്ള ഏരിയാസ് സെൻട്രൽ ഇന്ത്യ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. അതുപോലെ തന്നെ ബിലോ നോർമൽ റെയിൻഫോളിന്റെ ഏരിയാസ് ഏതൊക്കെയാണ്? നോർത്ത് ഈസ്റ്റ് ആൻഡ് നോർത്തേൺ ഹില്ലി സ്റ്റേറ്റ്സ്. അതാണ് ഈ വർഷത്തെ ഒരു പ്രഡിക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ന്യൂസിന്റെ റിലേറ്റഡ് നമ്മൾ എന്തൊക്കെ നോക്കണം? ഇന്ത്യൻ മൺസൂണിനെ കുറിച്ച് നോക്കണം. മൺസൂൺ എന്താണ്? സീസണൽ റിവേഴ്സൺ ഓഫ് വിൻഡ്സ് ഡ്യൂ ടു ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് സീ. ഇതിൽ നമുക്ക് ഏതൊക്കെയുണ്ട്? സൗത്ത് വെസ്റ്റ് മൺസൂണും ഉണ്ട്, അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും ഉണ്ട്. ഇനി മൺസൂണിന്റെ കാര്യത്തിൽ നമുക്ക് ഏതൊക്കെ ബ്രാഞ്ച് ഉണ്ട്? അറേബ്യൻ സീ ബ്രാഞ്ച്, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച്. പിന്നെ ഈ ഒരു മൺസൂണിന്റെ ഓൺസെറ്റ് നമ്മൾ നോർമലി പറയുന്നത് എപ്പോഴാണ്? ജൂൺ ഫസ്റ്റ് വീക്ക് ആണ് പറയുന്നത്. അതുപോലെ തന്നെ വിഡ്രോവൽ എപ്പോഴാണ് പറയുന്നത്? സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ അറൌണ്ട് സെപ്റ്റംബർ. ഇത് സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി എൽനിനോ ആൻഡ് ലാനിന, ഇതിന് രണ്ടിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു? എൻസോ എന്ന് പറയുന്നുണ്ട്. എൽനിനോ എന്താണ്? ഈസ് ദ അബ്നോർമൽ വാർമിംഗ് ഓഫ് ദ സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ പസഫിക് ഓഷൻ വാട്ടേഴ്സ് വിച്ച് ടിപ്പിക്കലി ലീഡ്സ് ടു വീക്കൻഡ് ഇന്ത്യൻ മൺസൂൺ ആൻഡ് ലെസ് റെയിൻഫോൾ. അതുപോലെ ലാനിന എന്താണ്? അബ്നോർമൽ കൂളിംഗ് ഓഫ് ദ സെയിം റീജിയൻ ആൻഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്ട്രോങ്ങർ ഇന്ത്യൻ മൺസൂൺ ആൻഡ് മോർ റെയിൻഫോൾ. ഈ രണ്ടും എന്താണ്? എന്തിന്റെ പാർട്ടാണ്? എൻസോയുടെ പാർട്ടാണ്. എൽനിനോ സദേൺ ഓസിലേഷൻ സൈക്കിളിന്റെ പാർട്ടാണ്.
റീസെന്റ് ആയിട്ടുള്ള എൽനിനോ ഇയേഴ്സ് പറയുവാണെങ്കിൽ 2002, 2009, 2015, 2023. ഇനി റീസെന്റ് ലാനിന ഇയേഴ്സ് പറയുവാണെങ്കിൽ 2010, 2011, 2020 to 2022. ഇനി പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കുറച്ച് കീവേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് സോൺസ് ഓഫ് ഇന്ത്യ, കോപ്പൻ ക്ലാസിഫിക്കേഷനിൽ വരുന്ന ഇന്ത്യയുടെ ക്ലൈമാറ്റിക് റീജിയൻസ് ഏതൊക്കെയാണ്? ഒന്നെന്താണ് ട്രോപ്പിക്കൽ വെറ്റ്, അതിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? എ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്റർ എഫും. പിന്നെന്താണ് ട്രോപ്പിക്കൽ ഡ്രൈ സാവന്ന, സബ് ട്രോപ്പിക്കൽ ഹ്യൂമിഡ്, അതുപോലെ തന്നെ സെമി അറിഡ്, പിന്നെ അറിഡ്, പിന്നെ മൗണ്ടെയിൻ ക്ലൈമറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കോപ്പൻസ് ക്ലൈമാറ്റിക് ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ ക്ലൈമറ്റ് സോൺസ് നമുക്ക് നോക്കാനുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് എന്ത്? റോൾ ഓഫ് IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ റോൾ എന്താണ്? ഫോർകാസ്റ്റ് മൺസൂൺ, അനൗൺസസ് ദ ഓൺസെറ്റ് ആൻഡ് വിഡ്രോവൽ ഓഫ് മൺസൂൺ ആൻഡ് സീസണൽ പ്രൊഡിക്ഷൻ. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയിലെ സൈക്ലോൺ മോണിറ്ററിങ്, അതുപോലെ തന്നെ അഗ്രോ അഡ്വൈസറീസ്, ക്ലൈമറ്റ് റിസർച്ച്, സീസ്മോളജി ആൻഡ് സുനാമി വാർണിങ്സ്, അതുപോലെ തന്നെ ഡിസാസ്റ്റർ വാർണിങ്സ്. ഇതൊക്കെ നമുക്ക് തരുന്നത് ആരാണ്? ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? ഒന്നാമത്തെയാണ് GS1 ജോഗ്രഫിയിൽ നമുക്ക് എന്ത് നോക്കാനുണ്ട്? ഇമ്പാക്ട് ഓഫ് മൺസൂൺ വേരിയബിലിറ്റി ഓൺ അഗ്രികൾച്ചർ ആൻഡ് വാട്ടർ റിസോഴ്സസ്. അതുപോലെ തന്നെ എന്താണ് ക്ലൈമാറ്റിക് ഫിനോമിന അഫക്റ്റിംഗ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇനി GS3 എൻവയോൺമെന്റും എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ നോക്കാനുണ്ട്? റിലവൻസ് ടു ഫുഡ് സെക്യൂരിറ്റി, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് ക്ലൈമറ്റ് റെസിലിയൻസ്, അതുപോലെ തന്നെ റീജിയണൽ റെയിൻഫോൾ ഡിസ്പാരിറ്റി ആൻഡ് പ്ലാനിംഗ് ഇംപ്ലിക്കേഷൻസ്. ഇനി ഇന്നത്തെ ലാസ്റ്റ് ന്യൂസ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ന്യൂസിന്റെ സമ്മറി നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു റീസെന്റ് ആയിട്ട് ന്യൂസ് എന്തായിരുന്നു? സയന്റിസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ക്ലിയർ ക്വാണ്ടം അഡ്വാൻറ്റേജ് യൂസിങ് സിമ്പിൾ ഗെയിം. ഒരു സിമ്പിൾ ഗെയിം യൂസ് ചെയ്തിട്ട് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്വാണ്ടം അഡ്വാൻറ്റേജ് സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ബന്ധപ്പെട്ട് നമുക്ക് എന്താ പറയാനുള്ളത്? ബ്രേക്ക് ത്രൂ ഇൻ ക്വാണ്ടം സുപ്രീമസി. റിസർച്ചേഴ്സ് ഫ്രം ഓക്സ്ഫോർഡ് ആൻഡ് യൂണിവേഴ്സിറ്റി ഡി സെവില്ല ഒരു യൂണിവേഴ്സിറ്റിയാണ്, സ്പെയിനിലുള്ളതാണ്. ഡെമോൺസ്ട്രേറ്റഡ് ക്വാണ്ടം സുപ്രീമസി യൂസിങ് എ സിമ്പിൾ ഓഡ് സൈക്കിൾ കളറിംഗ് ഗെയിം. ഇതാണ് ആ ഒരു ഗെയിം. പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവില് ഓർത്തിരിക്കുക. ഓഡ് സൈക്കിൾ coloring game with only 2 entangled atoms achieving 97.8% win rate. 97.8% win rate ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സർപ്പാസിംഗ് പ്രീവിയസ് എന്ന ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു വിൻ റേറ്റ് എത്രയായിരുന്നു? 83.3% ആണ്. 83.3%ൽ നിന്നും ഇപ്പോഴത്തെ റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു ഗെയിമിനെ ബേസ് ചെയ്തിട്ട്, അതായത് ഓഡ് സൈക്കിൾ കളറിംഗ് ഗെയിമിനെ ബേസ് ചെയ്തിട്ട് കിട്ടിയ റിസൾട്ട് വിൻ റേറ്റ് എത്രയാണ്? 97.8% ആണ്. ഇനി ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ഈ ഒരു ഡെവലപ്മെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കുവാണെങ്കിൽ ഇത് സിംപ്ലിഫൈഡ് ആൻഡ് വേരിഫയബിൾ ടെസ്റ്റ് ആണ്. ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. പ്രീവിയസ് ടെസ്റ്റുകൾ വെച്ച് നോക്കുവാണെങ്കിൽ മുമ്പുണ്ടായിരുന്നതൊക്കെ എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള സെറ്റപ്പുകളായിരുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗൂഗിളിന്റെ സൈക്കാമർ എടുക്കുവാണെങ്കിലും അതുപോലെ തന്നെ ചൈനയുടെ ജിയോസാങ് എടുക്കുവാണെങ്കിലും ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആയിരുന്നു ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഗെയിമിംഗ് മെത്തേഡ് എന്താണ്? വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. വിത്ത് ജസ്റ്റ് 2 എൻറ്റാഞ്ചിൽഡ് ക്യൂബിറ്റ്സ്, 2 ക്യൂബിറ്റ്സും മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. മോർ അക്സസിബിൾ ആൻഡ് ഈസിലി വേരിഫയബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത്രയും ഹൈ റേറ്റിലുള്ള ഒരു വിൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത നോക്കുവാണെങ്കിൽ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇപ്പം റീസെന്റ് ഉണ്ടായിരിക്കുന്നത്. ദ അപ്രോച്ച് കുഡ് ബി അപ്ലൈഡ് ഇൻ കോർഡിനേഷൻ പ്രോബ്ലംസ്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? റെൻഡസ്വസ് ടാസ്ക് വിത്ത് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഷോക്കേസിംഗ് ഹൗ ക്വാണ്ടം എൻടാങ്കിൾമെന്റ് ഔട്ട് പെർഫോംസ് ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ് ഇൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി. ഇനി ആ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ആ ഒരു ന്യൂസും അതിൽ യൂസ് ചെയ്ത ടെക്നിക്ക് എന്താണ്, ആ ഒരു ഗെയിമിംഗ് മെത്തേഡ് എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കിയിരിക്കുക. പിന്നെ നമുക്ക് മനസ്സിലാക്കിയിരിക്കാനുള്ളത് എന്താണ്? പ്രധാനമായിട്ടും പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ എന്താണ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്? ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണ്? ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടിംഗ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് സച്ച് ആസ് സൂപ്പർ പൊസിഷൻ ആൻഡ് എൻടാങ്കിൾമെന്റ് വിച്ച് എനേബിൾസ് certain computations to be performed exponentially faster than by classical computers. ഇനി ക്യൂബിറ്റ്സ് എന്താണ്? ക്യൂബിറ്റ്സ് അല്ലെങ്കിൽ ക്വാണ്ടം ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടം ബിറ്റ്സ് എന്താണ്? ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ക്വാണ്ടം ഇൻഫർമേഷൻ ദാറ്റ് unlike classical bits which are either 0 or 1 can exist in a superposition of both states simultaneously. നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടിങ്ങിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? 0യും 1ഉം ബേസ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എടുത്ത് നോക്കുവാണെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്സിൽ സൂപ്പർ പൊസിഷൻ ചെയ്തിരിക്കുന്ന ക്യൂബിറ്റ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഇനി അടുത്ത എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ് എന്താണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റ്? എ ഫിനോമിനൺ ഇൻ ക്വാണ്ടം ഫിസിക്സ് വേർ 2 or more particles become interconnected such that the state of one particle instantaneously affects the state of the other regardless of the distance between them. അതുപോലെ തന്നെ strontium atoms എന്താണ് strontium atoms? Alkaline earth metal atoms often used in quantum experiments due to their stable electronic properties, making them suitable for precision quantum operations and entanglement. അതുപോലെ തന്നെ ഗ്രോവേഴ്സ് അൽഗോരിതം, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഗ്രോവേഴ്സ് അൽഗോരിതം. എന്താണ് ഗ്രോവേഴ്സ് അൽഗോരിതം? എ ക്വാണ്ടം സെർച്ച് അൽഗോരിതം ദാറ്റ് അലോസ് എ ക്വാണ്ടം കമ്പ്യൂട്ടർ ടു സെർച്ച് ആൻ അൺസോർട്ടഡ് ഡേറ്റാബേസ് ഓഫ് n items. എന്ന് പറഞ്ഞാൽ എന്താ? നമ്പറിൽ എത്ര ഐറ്റംസ് ആണോ അത്ര ഐറ്റം in root n time, offering quadratic speed up over classical algorithms. Classical algorithms എന്താണ്? വളരെ സ്ലോ ആണ്, അതിനേക്കാളും പല ഇരട്ടി സ്പീഡുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. അതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ അൽഗോരിതം ബേസിക്. അതാണ് ഇത് ഈ ഒരു ഗ്രോവേഴ്സ് അൽഗോരിതം എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് മെയിൻസിന്റെ പെർസ്പെക്റ്റീവ് നമുക്ക് നോക്കാനുള്ള എന്തൊക്കെയാണ്? GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്കില് എമർജിംഗ് ടെക്നോളജീസ്, സിംപ്ലിഫിക്കേഷൻ ഓഫ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചലഞ്ചസ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻ നാഷണൽ സെക്യൂരിറ്റി കമ്മ്യൂണിക്കേഷൻ AI ആൻഡ് ലോജിസ്റ്റിക്സ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ് നാഷണൽ സെക്യൂരിറ്റിയിലും കമ്മ്യൂണിക്കേഷനിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിലും. ഇനി ഇന്ത്യസ് റോഡ് മാപ്പ് ഫോർ ഇൻഡിജിനസ് ക്വാണ്ടം റിസർച്ച് ലൈക്ക് എൻക്യൂം, എന്താണ്? നാഷണൽ ക്വാണ്ടം മിഷൻ. ഇത്രയുമാണ് ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ഡെസ്ക് അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നാളെ കാണാം. ഗുഡ് ബൈ.